മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പുകയത്തു പുകയുന്ന തുരുത്തി പോലെ പകലത്തെ പകലോന്റെ ചൂടേറ്റു ഞാൻ. പുകയത്തു പുകയുന്ന തുരുത്തി പോലെ പകലത്തെ പകലോന്റെ ചൂടേറ്റു ഞാൻ. പകലന്തിയോളവും പ്രാണപ്രിയ പലവിധ പീഡകൾ സഹിച്ചിടുന്നു. പകലന്തിയോളവും പ്രാണപ്രിയ പലവിധ പീഡകൾ സഹിച്ചിടുന്നു. ദൈവമേ, ഞാനെന്നും ഏകനായി അന്യൻ പരദേശിയെന്നതുപോൽ ലോകാന്ത്യത്തോളവും നീ എൻ കൂടെ പാർത്തിടേണമെൻ യാത്രയിൽ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെക്കാലം അവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അവമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു ആക്രമണം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലുസ്ത്ര, ദർബ എന്ന ലുക്കോന്യ പട്ടണങ്ങളിലേക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലൂസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗി ആകയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു. പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാർ ആരായ ബർന്നബാസും പൗലൂസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങളീ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും ചില സ്ഥലങ്ങളിൽ ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ അവർ കർത്താവ് പറഞ്ഞതനുസരിച്ച് കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. ഇക്കോന്യ എന്ന സ്ഥലത്താണ് അവർ എത്തിയത്. യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നവർ പ്രസംഗിച്ചു. പക്ഷെ അവിടെയും ഇവർക്കെതിരെ ഒരു മൂവ്മെൻ്റാണ് ഉണ്ടായത്. എന്നാൽ അവർ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതിനാൽ ചിലർ കർത്താവിനെ കൈക്കൊള്ളുവാൻ
ഇടയായി. അങ്ങനെ യഹൂദന്മാരുടെ പക്ഷത്തൊരു കൂട്ടവും ഈ ദൈവദാസന്മാരുടെ പക്ഷത്ത് വേറൊരു കൂട്ടരും നിലകൊള്ളുവാൻ ഇടയായി. പക്ഷേ ഇവർക്കെതിരായ ആളുകൾ കല്ലെറിയാനും അവമാനിക്കാനുമൊക്കെ ജാതികളെ കൂട്ടുപിടിച്ചു. അപ്പോൾ പൗലോസും ബർന്നബാസും കൂടെ അവിടം വിട്ട് ലുസ്ത്ര, ദർബ എന്ന പട്ടണങ്ങളിലേക്ക് ഓടിപ്പോയി. ഈ ഓടിപ്പോകുന്നത് ഒരു ഭീരുത്വമൊന്നുമല്ല. യേശു അങ്ങനെ പറഞ്ഞിരുന്നു, ഒരു പട്ടണക്കാരോ ഗ്രാമക്കാരോ നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളെ ഉപദ്രവിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക എന്ന് യേശു പറഞ്ഞിരുന്നു. അല്ലാതെ ഞങ്ങളിവിടെ പ്രസംഗിച്ച് അടങ്ങൂ എന്ന് പറയാൻ പാടില്ല. അവർക്ക് വേണ്ടേ വേറെ സ്ഥലം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ പൗലോസും ബർന്നബാസും ലുസ്ത്രയിൽ ചെന്നപ്പോൾ അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കിയ പൗലൂസ് അവനോട് എഴുന്നേറ്റ് കാലൂന്നി നിൽക്ക എന്നുറക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏത് കാലത്തും വിശ്വാസത്താലാണ് ആത്മരക്ഷ. യേശു ചില ആളുകളെ, മത്തായിയെപ്പോലുള്ള ചില ആളുകളെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അനുഗമിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അവർക്ക് യേശുവിനെ അനുഗമിക്കുവാനുള്ള മനസ്സുണ്ടെന്ന് കണ്ടിട്ടാണ്. യേശുവിനെ അറിയാനും അനുഗമിക്കാനും സക്കായിക്ക് മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇവിടെ പൗലോസ് തൻ്റെ ജ്ഞാനത്താൽ ദൈവം കൊടുത്ത പരഹൃദയ ജ്ഞാനം, അതിനാൽ ഈ ജന്മനാ മുടന്തന് യേശുവിനാൽ സൗഖ്യം പ്രാപിക്കാനുള്ള മനസ്സുണ്ട്, അതിനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ നടക്കാനിടയായി. ഇങ്ങനെ ഒരു കാര്യം പൗലോസിലൂടെ ദൈവം ചെയ്തത് പണ്ട് പത്രോസിലൂടെ ഇതേപോലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. പത്രോസും യോഹന്നാനും കൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് ഒരു വൈകുന്നേരത്ത് വരുമ്പോൾ അവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരു മുടന്തന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അവനോട് പറഞ്ഞു. അവനത് വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് അവരോടൊപ്പം ആ ദേവാലയത്തിലേക്ക് കടന്നു. അവൻ 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അപ്പോൾ പത്രോസിനെ എങ്ങനെയെല്ലാം ദൈവം ഉപയോഗിച്ചുവോ അതിലൊട്ടും കുറയാതെ പൗലൂസിനെയും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ കൂടെയാണ്. അതായത് പത്രോസിന് തുല്യം അപ്പോസ്തലനാണ് പൗലൂസ് എന്ന് തെളിയിക്കാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പത്രോസ് ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ പൗലൂസും ചെയ്യുവാനായിട്ട് ഇടയായത്. മറ്റപ്പോസ്തലന്മാരുടെ കാര്യം ഇവിടെ രേഖപ്പെടുത്താത്തത് അതൊരു വിവാദ വിഷയമല്ല. എന്നാൽ പൗലൂസിൻ്റെ വിഷയം ഒരു വിവാദ വിഷയമാണ്. പൗലൂസ് യേശുവിനെ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് ആ കൂടെ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത്. അവർക്കുള്ള ഒരു മറുപടിയാണിത്. ഇവിടെ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഈ മുടന്തനുണ്ടായ സൗഖ്യം കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ജനങ്ങളും ക്ഷേത്രത്തിലെ പൂജാരി ഉൾപ്പെടെ പറയുകയാണ്. ഒരു കാളെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ അവരൊരുമ്പെടുകയാണ്. ആ സമയത്ത് പൗലൂസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. മനുഷ്യരെ അല്ല, ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ അല്ല ആരാധിക്കേണ്ടത്. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലതും സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്കാണ്
നിങ്ങൾ തിരിയേണ്ടത്. അതാണ് മാനസാന്തരം. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണല്ലോ മാനസാന്തരം. അതാണല്ലോ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കുറിക്കൊള്ളേണ്ട ഒരു കാര്യം, മനുഷ്യരൂപത്തിൽ ദേവന്മാർ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ ബഹുമാനിക്കാൻ, പൂമാലയൊക്കെ ഇട്ട് ആദരിക്കാൻ ഒരുങ്ങിയ സമയത്ത് തൽക്കാലം ഇവരുടെ സ്വീകരണമൊക്കെ സ്വീകരിക്കാം, അത് നല്ലതാണല്ലോ എന്നല്ല പൗലോസും ബർന്നബാസും വിചാരിച്ചത്. ഞങ്ങളെ ബഹുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പോസ്തലനായ പൗലോസ് 20-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ പോയ ശേഷം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാരുണ്ടാകും. എന്ന് പറഞ്ഞാൽ ആളുകൾ തങ്ങളുടെ പിന്നാലെ കൂടണം, തങ്ങളുടെ ശിഷ്യരായിത്തീരണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും വിശ്വാസികൾ യേശുവിൻ്റെ ശിഷ്യരായിരിക്കണം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് പൗലൂസ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ, അല്ലെങ്കിൽ ശൗല് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൊലയും ഭീഷണിയും നിശ്ചയിച്ചു എന്നാണ്. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ വന്നവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, അല്ലാതെ പത്രോസിൻ്റെ ശിഷ്യന്മാരല്ല, യോഹന്നാൻ്റെ ശിഷ്യന്മാരല്ല, പൗലൂസിൻ്റെ ശിഷ്യന്മാരല്ല, ബർന്നബാസിൻ്റെ ശിഷ്യന്മാരല്ല. ബർന്നബാസ് എന്താണ് അന്ത്യോക്യയിൽ വന്ന് പറഞ്ഞത്? നിങ്ങൾ ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, നിങ്ങൾ കർത്താവിന് ശിഷ്യന്മാരാകണം. ഇതല്ലേ പഠിപ്പിച്ചത്, അതല്ലേ യേശു കൽപ്പിച്ചത്? നിങ്ങൾ പുറപ്പെട്ട സകലരെയും എൻ്റെ ശിഷ്യരാക്കുവിൻ, നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ശരിയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യരായി തീരണം. ആളുകൾ യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ അനുസരിക്കണം, യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ അനുകരിക്കണം, യേശുവിനെ പോലെ ആകണം. അതായിരിക്കണം സുവിശേഷം. ഇന്ന് ക്രൈസ്തവ കോളത്തിൽ, സുവിശേഷ കോളത്തിലുള്ള ചില സഭകൾ പഠിപ്പിക്കുന്നത് പ്രവർത്തിക്കാൻ പോകുന്ന ആളുടെ ശിഷ്യർ അങ്ങനെയാണ്. ഒരിക്കലും അങ്ങനെയല്ല. ആരെല്ലാം എവിടെയെല്ലാം ഏത് കാലത്തും ലോകാവസാനം വരെ പ്രസംഗിക്കുന്നു, സ്നാനപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു, അവരെല്ലാം യേശുവിൻ്റെ ശിഷ്യരാണ്, അല്ലാതെ നമ്മിൽ ആരുടെയും ശിഷ്യരല്ല. എല്ലാവരും യേശുവിനെയാണ് സ്നേഹിക്കുന്നത്. ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പൗലൂസ് എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ തന്നെയും ബർന്നബാസിനെയും ബഹുമാനിക്കാൻ, പൂജിക്കാൻ, ആരാധിക്കാൻ ഒരുങ്ങിയപ്പോൾ പൗലൂസ് കർശനമായി വിലക്കിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്, ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ വേണം ആരാധിക്കാൻ, അതാണ് സുവിശേഷം എന്ന് പറയുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ആളുകളുടെ ശ്രദ്ധ യേശുവിലേക്കാകാൻ, യേശുവിനെ അവർ നോക്കാൻ, യേശുവിനെ അനുസരിക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ, യേശുവിനെ അനുകരിക്കാൻ ഇടയായി ചേരണം. അതിനായിരിക്കണം നമ്മുടെ ഉപദേശങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ജീവിതമെല്ലാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആരുമില്ലാശ്വാസം പകർന്നിടുവാൻ, ആരിലും ആശ്രയം വയ്ക്കാനില്ല. ആരുമില്ലാശ്വാസം പകർന്നിടുവാൻ, ആരിലും ആശ്രയം വയ്ക്കാനില്ല. അകതാരിലനവധിയാകുലങ്ങൾ, അഗ്നിയാൽ അവയെല്ലാം ദഹിപ്പിക്കണം. അകതാരിലനവധിയാകുലങ്ങൾ, അഗ്നിയാൽ അവയെല്ലാം ദഹിപ്പിക്കണം. ദൈവമേ, ഞാനെന്നും ഏകനായി, അന്യൻ
പരദേശിയെന്നതുപോൽ ലോകാന്ത്യത്തോളവും നീ എൻ കൂടെ